ഈ സ്ഥലം എന്റെ കണ്ടുപിടുത്തമാണ്. ഇഷ്ടമായോ? ഇവിടെ താമസിച്ചിട്ടുണ്ടോ? ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്. പിന്നെ ആരായിരുന്നു കൂടെ? തനിച്ച്. ഞാൻ പറഞ്ഞില്ലേ? ആ, നമുക്ക് വാട്ടർഫോൾസിൽ പോവാം. ആ ഭാഗത്ത് ഒരു അസോസിയേഷൻ വർക്ക് ഉണ്ടെന്ന് പറയാൻ എളുപ്പം. നല്ല സ്ഥലമാണെന്ന് പലരും പറഞ്ഞു. നോക്കാം. എന്തു നോക്കാൻ? ഫിക്സ്ഡ് ഡേറ്റ് അടുത്ത സാറ്റർഡേ. സാറ്റർഡേ വേണ്ട. ഞാനാ നിശ്ചയിക്കുന്നത്. എനിക്ക് സൗകര്യമാണ് സാറ്റർഡേ. അമ്മേ, അച്ഛൻ വരുന്നു. കഴിഞ്ഞ ആഴ്ച വരാത്തോണ്ടാവും ഇന്ന് പകലേ വരുന്നത്. അത് അച്ഛനല്ല. സ്കൂട്ടറിൽ വരണ്ട, ബസ്സിൽ വന്നാ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. തേങ്ങയ്ക്ക് വില ഇത്തിരി കുറവാണെന്ന് പറഞ്ഞു മൊയ്തുട്ടി. ആ മെഡിക്കൽ ഷോപ്പുകാരൻ വിളിച്ചു തന്നതാ. ആ മരുന്ന് വന്നു അത്രേ. ശനിയാഴ്ചയല്ലേ, വരാതിരിക്കില്ല. വറുക്കാൻ പറ്റിയ മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കൂ കൃഷ്ണമാൻ. അല്ല, മീൻ വാങ്ങിക്കാം. നമുക്കൊക്കെ കൂടി വറുത്ത് തിന്നുകയും ചെയ്യാം. അതെന്താ? ഇവിടെ ഭാര്യയ്ക്ക് ഗർഭം 6 മാസം. കിട്ടാത്തൊരു മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോ അത് കൊണ്ടുവരാൻ നേരമില്ലാത്ത ആള്. ചിലപ്പോ മറന്നിട്ടാവും. ശനിയാഴ്ചയുടെ കാര്യം മറന്നാലോ? അവരുടെ ബുദ്ധിമുട്ടും വിഷമവും നിങ്ങൾക്ക് എന്താ അറിയാ? രാവും പകലും ഓട്ടം. ആ മാനേജർ വന്നാ രാത്രിയും പണി. കഷ്ടപ്പാട് നമ്മളെ അറിയിക്കാതെ ഒക്കെ പേറിക്കൊള്ളും. പാവം. നേരത്തിന് ആഹാരവും മരുന്നും കഴിക്കണുണ്ടോ ആവോ? അത് ആലോചിക്കുമ്പോ മാത്ര എനിക്ക് മനപ്രയാസം. മോള് വാ, മേലെ എഴുതിച്ചേരാം. അച്ഛനെന്ത് വരാത്തത്? വരും. നീ മേല് കഴുകി ഭസ്മം തൊട്ട് നാമം ജപിച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ റെഡി. എന്റെ ബിൽഡിംഗ് സെറ്റ് കൊണ്ടുവരും. വാ. അമ്മാവാ. ഓ, ഇപ്പൊ അമ്മാവനെ മോള് പിടിച്ചില്ലായിരുന്നെങ്കിൽ അമ്മാവൻ തലയും കുത്തി താഴെ കിടന്നാണ്. താൻ എവിടെയായിരുന്നു? ഒരു ഇന്റർവ്യൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. തന്റെ ഭാര്യയുടെ കാര്യസ്ഥൻ ഇന്നലെ വന്നിരുന്നു. ടൗണിൽ വന്നപ്പോ ചുമ്മാ അന്വേഷിച്ചതാവും. കിഴവന് ഞാൻ ആ ചോറ് വാങ്ങിച്ചു കൊടുത്തത്. ഭയങ്കര ലാത്തി. തന്റെ ഭാര്യയുടെ 3 തലമുറയിലെ ചരിത്രം കേൾപ്പിച്ചു. ഫോറസ്റ്റ് ശങ്കരൻ നായർ, ശങ്കരൻ നായരുടെ അച്ഛൻ സാൾട്ട് പങ്കുളി നായർ. ഓ, കിഴവൻ കൊന്നു കളഞ്ഞടാ. ആ എടോ, ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്ലാസ്. ആന്റിയുടെ അല്ല, ഒരു നാണി എടുത്താണ് ചീഫ്. 3 എണ്ണം എപ്പോഴും റെഡി. നമുക്ക് നോക്കാം. കാശില്ല, കംപ്ലീറ്റ് പാപ്പർ. എന്താണ് ടോമി? ഇവിടെ ആദ്യം എന്നെ മനസ്സിലാക്കുന്നത് നീയായിരിക്കും. മടുത്തു. എല്ലാം വലിച്ചറിഞ്ഞ ഇവിടെ കൃഷിക്കാരനെ ഇരിക്കലാണ് ഭേദം. ശനി ഞായർ ഒക്കെ ഡ്യൂട്ടി. ഇതെന്താണാവോ മുമ്പില്ലാത്ത ഡ്യൂട്ടി? മാനേജരുമായിട്ട് വല്ല അലോഹ്യം വരുത്തി വെച്ചിട്ടുണ്ടാവും. ചുമ മുഴുവൻ വിട്ടോ? അച്ഛന്റെ ബാഗ് എവിടെ ഇട്ടാ? ഒരുവിധം. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ ബ്ലഡ് നോക്കിയോ? കുറവുണ്ട്. എന്നിട്ട് കാല് നീരെങ്ങനെ? അത് സാരല്ലേ. ബാഗ് എവിടെ ഇട്ടാ? പിന്നെ ഡോക്ടർ കാണാൻ പോയോ? 2 ആഴ്ച മുമ്പ് പോയതാ. കൃഷ്ണമാവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോലെ ഡോക്ടറോട് വിസിറ്റിന്റെ പണം കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ വിശേഷിച്ച അലോഹ്യൊന്നുമില്ല. പിന്നെന്തിനാ? 3 ആഴ്ച കൊണ്ട് എന്തുമാതിരി മെലിഞ്ഞു. അച്ഛാ, എന്റെ ബിൽഡിംഗ് സെറ്റ്. ബിൽഡിംഗ് സെറ്റ്, ഡോക്ടറെ കളിക്കാൻ സെറ്റ് വേറെ. 2 കൊണ്ടുവരും ഇനി വരുമ്പേ.
മരുന്ന് കൃഷ്ണമോഹൻ തന്ന പ്രിസ്ക്രിപ്ഷൻ. ഈ മരുന്ന് ഒരു സ്ഥലത്തുമില്ല. ഇതേ മരുന്നുണ്ട്, പക്ഷേ വേറെ പേരിൽ വേറെ കമ്പനിക്കാരുടെ. അത് പിന്നെ ഇവിടുന്ന് കിട്ടി. മേലെ കഴിയിക്കൊള്ളൂ. ഭാഗ്യത്തിന് ഇന്നിത്തിരി പുഴമീൻ കിട്ടി. വറുക്കണോ കൂട്ടാൻ വെക്കണോ? എന്തായാലും വേണ്ടില്ല. പുഴമീൻ കണ്ടപ്പോ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ചിലപ്പോ ഇന്ന് വരുമെന്ന്. ആ, അടുപ്പത്ത് എന്തോ തിളയ്ക്കുന്നുണ്ട്. കൃഷ്ണമാവൻ ലോഡ്ജിൽ വന്നെന്ന് പറഞ്ഞു. കുറച്ചു നേരം നിന്നു. 2-3 ദിവസമായി പോയിട്ടെന്ന് പറഞ്ഞു. ഏയ്, ആര് പറഞ്ഞു? ഞാൻ രാവിലെ പോയതാ. അവർക്ക് എന്തറിയാം, ഞാൻ സ്റ്റോക്കിസ്റ്റിന്റെ കൂടെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി. സന്ധ്യക്ക് വന്നു. ചങ്ങാതിമാരിൽ ചിലരെ കണ്ടു. തരക്കേടില്ല. എല്ലാവരും ഊണിന് മുമ്പേ അസാരം നേരം പോക്ക് എടുക്കുന്ന കൂട്ടത്തിലാ. ആ, അതാ പുതിയ പിള്ളേരാവും. അച്ഛാ, ഈ കൃഷ്ണമാനെ നമ്മുടെ കത്രി എടുത്ത് മൂക്കിലെ മുടി വെട്ടുവാ. എന്താ നമ്മളെ മതി മതി. എന്താ ഒന്നും കഴിക്കാത്തത്? കൂട്ടാൻ ശരിയായിട്ടുണ്ടാവില്ല. അല്ല, അതുകൊണ്ടല്ല, കഴിക്കുന്നുണ്ട്. അരച്ചത് ശരിയായിട്ടുണ്ടാവില്ല. കുനിഞ്ഞിരുന്ന് അരയ്ക്കാൻ പ്രയാസം. ഇതിന് എരിവില്ല, കൂട്ടിക്കോളൂ. ഓ, അത് മറന്നു. നമ്മുടെ മാവിന്മേലുണ്ടായ കണ്ണിമാങ്ങിയ ഉപ്പും എരിവും പിടിച്ചിട്ടുണ്ടോ ആവോ? നന്നായിട്ടുണ്ട്. താൻ ഏത് ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്നറിയാൻ തന്നെ വന്നത്. കമോൺ, ഗെറ്റ് റെഡി. സാർ, എനിക്ക് എന്ത് ജോലി? ഞായറാഴ്ചയും ജോലിയോ? അല്ല, ഒന്ന് വീട്ടിൽ പോണമെന്ന് വിചാരിക്കുന്നു. ഗുഡ്. ഞാൻ കൊണ്ടുവിടാം. നല്ല തെങ്ങിൻ കള്ളും മീനും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്ത്. എനിക്കറിയാം. അത് വേറൊരു ദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ വിളിക്കാം. മാഡം ആദിവാസികളുടെ ക്ഷേമം അന്വേഷിച്ച് പോയിരിക്കുകയാണ്. തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. സാർ, നമുക്ക് മറ്റൊരു ദിവസം. അത്രയ്ക്ക് ബോറാണോ എന്റെ കമ്പനി? അതല്ല. Then get ready. It's an order. നീ തീയിൽ കിടന്ന് പടയ്ക്കുന്നു. നല്ല സാധനം. ഒരു സ്കോച്ച് വിസ്കിന്റെ അടുത്ത് വരില്ല. ചാത്ത, മീൻ വെന്തത് മതി, കൊണ്ടുപോവാ. കൊണ്ടുവാ ചാത്ത. കൃഷ്ണനാരെ, സാധനം ഫൈൻ. ഞാൻ കഴിക്കാൻ എല്ലാം റെഡിയായൊന്ന് നോക്കട്ടെ. ഇനി വീട്ടിൽ പോയിട്ടാവാം. ആ, ഇവിടെ ഇരുന്ന് തിന്ന് ഇവിടെ തന്നെ ഒരു ഓലമുടലിൽ കിടന്നുറങ്ങിയാൽ പരമസുഖം. പക്ഷേ ആ കുട്ടി പാവം എന്ത് വിചാരിക്കും? വലിയ വയറും വെച്ച് ആ കുട്ടി ജോലി ചെയ്യുന്ന കാണുമ്പോ പ്രയാസം തോന്നുന്നു. പോയി ഉണ്ടുകളെ. മതി. മോളെന്താ ഒന്നും കഴിക്കാത്തെ? ചിക്കൻ കറി നന്നായിട്ടുണ്ട്. പട്ടണത്തിൽ ഒരു വീടെടുത്ത് താമസിച്ചാൽ എന്താ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ കൃഷ്ണനാരുണ്ടല്ലോ. തനിക്ക് നല്ല ആഹാരവും കഴിച്ച് കുഞ്ഞിനെയും കളിപ്പിച്ച് കഴിയാലോ. അടുത്തൊക്കെ ശരിയാവും. ഞാനും നോക്കാം. ആ,
പായസം ഉണ്ടാക്കാൻ പെട്ടെന്നായതുകൊണ്ട് നേരം കിട്ടിയില്ല. കണക്കിൽ വെച്ചോളാം. അടുത്ത തവണ വരുമ്പോ തന്നാ മതി. യാത്ര ചെയ്യാറാവുമ്പോ പ്രസവം കഴിഞ്ഞ് അവിടെ വരണം. ഇയാള് തിരക്കാണെന്ന് പറയും. എന്റെ അടുത്ത് വിട്ടിട്ട് എവിടെ വേണേലും പോയി തണ്ടിക്കോളാൻ പറയും. അനിമോള് വരില്ലേ അങ്കിളിന്റെ വീട്ടിലേക്ക്? വരാ അങ്കിൾ. അങ്കിള് നല്ല വിളിക്കേണ്ടത്. അപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ മതി. അപ്പൂപ്പൻ. വേണ്ട കുട്ടി, ഒട്ടകത്തെ പോലെ ഒരാഴ്ചത്തേക്കുള്ളതാകത്താക്കി. അപ്പൂപ്പന് മാജിക് കാണണോ? ആ, മോൾക്ക് മാജിക് അറിയോ? കാണട്ടെ. ആ, കൊള്ളാമല്ലോ. ഇനി അറിയാമോ? ഇനി അപ്പൂപ്പന്റെ വീട്ടിൽ വരുമ്പോ കാണിച്ചു തരാം. കള്ളി. താൻ പിന്നീട് വന്നാൽ മതി. ഇവർക്കൊന്ന് സ്വൈരമായിട്ടിരുന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പൂപ്പൻ വരട്ടെ മോളെ. ബൈ. ബൈ. കൃഷ്ണനേരെ വരട്ടെ. പട്ടാളക്കാരൊക്കെ ഒരുതരം മുരടന്മാരാണെന്നാ ഞാൻ കരുതിയിരുന്നത്. എന്ത് സ്വഭാവം! മകനെ ഇംഗ്ലണ്ടിൽ പഠിപ്പിക്കാന്ന് വെച്ചാ വലിയ പണക്കാരാവുമല്ലേ? മിസ്സിസ് അങ്ങനെ നല്ല സ്ത്രീയാണ്. അവരെയും വിളിക്കൂ ഇങ്ങോട്ട്. രണ്ടാളും കൂടെ വരട്ടെ. നേരത്തെ പറഞ്ഞ നന്നായിട്ടൊക്കെ ഉണ്ടാക്കാം. ഇന്നൊന്ന് ധൃതിയിലായി. കാറിന്റെ ഇവിടെ എടുക്കണോ? ആ, ഇതാ ഞാൻ ടിക്ക് വെച്ചു. എന്താണ് ഷാൻലി? എന്ത് പറ്റി? ലവ് മീ എത്തി. ഇന്നൊരു പാർട്ടി ഉണ്ട് എന്റെ വക. എന്ത് വകയിൽ? ഞാൻ കമ്പനി മാറി. ആ, ലൂധിയാന ബ്ലേഡുകളോട് വിട. വിൽക്കിൻസനോടുള്ള വെല്ലുവിളികളെ നിങ്ങൾക്ക് നന്ദി. നല്ല കമ്പനിയാ, പുതിയത്. വിജയവാഡ അച്ചാർ. വിജയവാഡ അച്ചാർ, ആന്ധ്ര പിക്കിൾസ്, വിശപ്പിന്റെ താക്കോൽ വിജയവാഡ അച്ചാർ. ഇതാണ് പരസ്യവാചകം. എങ്ങനെ കൊള്ളാല്ലേ? സ്റ്റാൻലിയുടെ പുതിയ മകത്വം കേട്ട് കഴിച്ചു. ആത്മാവ് വിൽക്കുന്നതല്ലേ? പഴയതാണ്. സെയിൽസ്മാൻ ഇല്ലാത്ത, സ്റ്റോക്കിസ്റ്റ് ഇല്ലാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അറിയോ? സത്യം. ദ ട്രൂത്ത്. കേശവൻ സാറ് ഫോൺ.